വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ നോമ്പെടുത്തതിനാൽ എന്താ ഇന്നത്തെ സ്പെഷ്യലി എന്ന് വെച്ചിട്ട് ഇങ്ങനെ ബേക്ക് നടക്കുമല്ലോ. ആ ഒരു സമയത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് അതിനൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കുക. അതിലേക്ക് നമുക്കിതാ കുറച്ച് ചിക്കൻ ഇട്ടെടുക്കാം കേട്ടോ. ഒരു 100 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ബോൺലെസ് ചിക്കൻ കേട്ടോ, എല്ലില്ലാത്ത ചിക്കൻ തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കഴുകുന്ന സമയത്ത് കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ടാട്ടോ ഞാൻ കൈകി എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കളർ ചിക്കന്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള മഞ്ഞളും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് ഇതുപോലെ ആയി കിട്ടിയാൽ മതിയേ. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതാ ഇതേ പാനിൽ തന്നെ നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. വലിയ സവാള ആണെങ്കിൽ ഒന്നെടുത്താൽ മതിയേ, കൂടുതലൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതിന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിന് കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൽ ഉപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഉപ്പ് കൂടി പോകണ്ട. നമ്മളിനി അതൊന്ന് വഴന്ന സമയത്ത് അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ച് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം സോയാ സോസും 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളി കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എന്നോട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സവാള വഴറ്റുന്ന ആ ഒരു സമയത്ത് തന്നെ അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്നോട് മറന്നു പോയിട്ട് ഞാനൊരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ലൂസായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. കട്ടയൊന്നുമില്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് 8 പീസ് ബ്രെഡ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ 2 ജോഡികളാക്കിയിട്ട് ഇതുപോലെ 4 എണ്ണാക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് 2 പീസ് ബ്രെഡ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. അല്ലാതെ നമുക്ക് പൊരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാകും കേട്ടോ. ഇതുപോലെ 2 പീസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. നമ്മൾ എണ്ണ നല്ല ചൂട് തന്നെ ഉണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് മൊത്തം എണ്ണ കുടിച്ച് പോകട്ടോ. ഇനി നമ്മളിത് ഇട്ടിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നതിന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം അങ്ങ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസും കൂടി ഉണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഓൾസാക്കി കൊടുക്കാം കേട്ടോ. താഴത്തെ ഭാഗത്ത് എത്താതെ മുകളിലെ ബ്രെഡ് മാത്രം ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മസാല നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് മാത്രം ഇതുപോലെ ഇങ്ങനെ ഒരു ഓൾസ് പോലെ ആക്കി കൊടുക്കാം കേട്ടോ. താഴത്ത് എത്താൻ പാടില്ല. താഴത്തെ ബ്രെഡ് ഒന്നും ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പീസ് ബ്രെഡിന് മാത്രം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഓൾസ് ആക്കി കൊടുത്താൽ മതി. അതിന് നടുക്ക് ഇതുപോലെ ഇങ്ങനെ മസാല നിറച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മളെ ബാക്കിയുള്ള ബ്രെഡിലൊക്കെ നമ്മൾ മസാല നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല കട്ടിയായിട്ട് തന്നെ നമ്മളിത് മയോണൈസ് അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ലൂസായി പോകരുതേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുട്ട വെച്ചിട്ട് ചെയ്തതില്ല കേട്ടോ, പാലും ഓയിലും വെച്ചിട്ട് ചെയ്തതാണേ. അപ്പം നമുക്ക് ഈ നോമ്പറക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുട്ട വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് പാലിന് ഒരു 3/4 കപ്പോളം ഓയിലെടുക്കുക. നല്ല തണുത്ത പാലും വേണം, നല്ല തണുത്ത ഓയിലും തന്നെ വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല കട്ടി തന്നെ കിട്ടുമേ.
അപ്പം നമ്മൾ പാലും ഓയിലും ഒരുമിച്ച് അങ്ങ് ഒഴിച്ചെടുക്കരുത് കേട്ടോ. പാൽ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് തണുത്ത ഓയിൽ ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സാധാരണ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മുട്ട ആദ്യം ഇട്ടിട്ട് അതിന് ശേഷം കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ പാൽ വെച്ചിട്ടും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റ് കേട്ടോ. അതിന് ടേസ്റ്റൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ നമുക്ക് പനീറാക്കിയിട്ടും ചെയ്യാം കേട്ടോ. പാലിൽ കുറച്ച് നമുക്ക് വിനീഗറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് അതിനൊന്ന് പിരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ള സാധനം മാത്രം നമുക്ക് കിട്ടുമല്ലോ. അതിലുള്ള വെള്ളം കളഞ്ഞിട്ട് ആ വെള്ള സാധനം മാത്രം എടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓയിലൊന്നും ഒഴിക്കണ്ടില്ല. വെളുത്തുള്ളിയും നമുക്ക് വേണ്ടുന്നത് അതിലെന്തെല്ലാം ആവശ്യമുള്ളത് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മയോണൈസ് വെച്ചതിന് ശേഷം നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ സ്നാക്കുകൾ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടാട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന. നമ്മൾ കാണുമ്പോൾ ഇതിന് ഒരുപാട് പണിയുള്ള തോന്നും, പക്ഷെ ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സ്നാക്ക്. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ.